एनडीए सुहृदगढ़ बीते 11 वर्षों में करोड़ों देशवासियों को बैंकिंग व्यवस्था से जोड़ने का बहुत बड़ा काम हुआ है। अब गरीब, एससी, एसटी, ओबीसी, महिलाओं, फिशरमैन, इन सभी को भी आसानी से बैंक लोन मिलने लगे हैं। जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है। പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തെ സാധാരണ മനുഷ്യരെ ബാങ്കിംഗ് സമ്പ്രദായവുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വലിയ പ്രയത്നമാണ് നടത്തിവരുന്നത്. അതുമൂലം രാജ്യത്തെ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗം, സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയ വിവിധ ദുർബല വിഭാഗങ്ങൾക്ക് ഇന്ന് ബാങ്ക് വായ്പ അനായാസം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. വായ്പയെടുക്കാൻ ഈട് നൽകാനില്ലാത്തവർക്ക് കേന്ദ്ര സർക്കാർ സ്വയം ഈട് നിന്ന് ഇന്ന് വായ്പ വിതരണം ചെയ്യുന്നുമുണ്ട്. एनडीए सुहृदगढ़ जो लोग सड़कों के किनारे गलियों में सामान बेचते हैं, इन स्ट्रीट वेंडर्स की स्थिति भी पहले बहुत बुरी थी। उन्हें सामान खरीदने के लिए कुछ 100 रुपये भी महंगे ब्याज पर लेने पड़ते थे। केंद्र सरकार ने पहली बार इनके लिए पीएम स्वनिधि स्कीम बनाई। इस स्कीम के बाद देश भर में लाखों साथियों को बैंकों से बहुत मदद मिली है। लाखों स्ट्रीट वेंडर्स को जिंदगी में पहली बार बैंक से कोई लोन मिला है। പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മുടെ രാജ്യത്തെ വഴിയോര കച്ചവടക്കാർ, തെരുവ് കച്ചവടക്കാർ എന്നിവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കച്ചവട സാധനങ്ങൾ വാങ്ങാനായി അവർക്ക് ചെറിയ തുകയ്ക്ക് പോലും വലിയ പലിശ കൊടുക്കേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവർക്കായാണ് കേന്ദ്ര സർക്കാർ ആദ്യമായി പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. ഇതോടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വലിയ സഹായങ്ങൾ കിട്ടാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാർക്ക് ജീവിതത്തിൽ ആദ്യമായി ബാങ്ക് വായ്പ കിട്ടിയതും പീഎം സ്വനിധി പദ്ധതി നടപ്പാക്കിയ ശേഷമാണ്. एनडीए सुहृदगढ़ अब भारत सरकार एक कदम आगे बढ़ते हुए इन साथियों को क्रेडिट कार्ड दे रही है। थोड़ी देर पहले यहां भी पीएम स्वनिधि क्रेडिट कार्ड दिए गए हैं। इसमें केरला के 10,000 और तिरुवनंतपुरम के 600 से अधिक साथी हैं। पहले सिर्फ अमीरों के पास ही क्रेडिट कार्ड होता था, अब स्ट्रीट वेंडर्स के पास भी स्वनिधि क्रेडिट कार्ड है। പ്രിയപ്പെട്ടവരെ, ഈ തെരുവ് കച്ചവടക്കാരായിട്ടുള്ള സാധാരണക്കാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു ചുവട് കൂടി വെച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇന്നു മുതൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുകയാണ്. അല്പം മുമ്പാണ് ഇതേ വേദിയിൽ പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഈ പദ്ധതിയുടെ കീഴിൽ കേരളത്തിലെ 10,000-കണക്കിനും തിരുവനന്തപുരത്തെ 600ഓളം തെരുവ് കച്ചവടക്കാർ ഈ പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ രാജ്യത്തെ പണക്കാരുടെ കൈകളിൽ മാത്രമുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തെരുവ് കച്ചവടക്കാരുടെ കൈകളിലും എത്തിക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ട്. അവർക്കിന്ന് പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട്.